എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നത് എങ്ങനെയെന്നും ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് എങ്ങനെയെന്നും ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലൂടെ ശ്രവിക്കാം. ഗലാത്യൻസ് 3:13 മരത്തിൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യയിലെ സഭയ്ക്ക് ഈ കത്തെഴുതി. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതും ന്യായപ്രമാണത്തിൻ്റെ ആചരണവും എന്ന വിഷയം ഇവിടെ അഭിസംബോധന ചെയ്യുന്നു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിലൂടെ അല്ല, ക്രിസ്തുവിലൂടെ വിശ്വാസത്തിലൂടെയാണ് രക്ഷ വരുന്നതെന്ന് ഊന്നി പറയുന്നു. വിശ്വാസികൾ എങ്ങനെ ന്യായീകരിക്കപ്പെടുന്നുവെന്ന് ഈ ഭാഗത്ത് പൗലോസ് വിശദീകരിക്കുന്നു. ന്യായപ്രമാണം നിലനിൽക്കുന്നതിനു മുമ്പ് തന്നെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരാളുടെ ഉദാഹരണമായി അബ്രഹാമിനെ ചൂണ്ടിക്കാണിക്കുന്നു. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ തിരികെ വാങ്ങുക, അല്ലെങ്കിൽ വില കൊടുക്കുന്നതിനാൽ വിടുവിക്കുക എന്നാകുന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപം മരണമാണ്, അതിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നതിനുള്ള ശിക്ഷ. ന്യായപ്രമാണം ആവശ്യപ്പെട്ട മരണവിധിയുടെ പിഴ കൊടുക്കുന്നതിൽ നിന്ന് ക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിടുവിച്ചു. നമ്മെ എന്ന സർവനാമം പൗലോസ് ഉപയോഗിക്കുമ്പോൾ യഹൂദന്മാർ സമസ്ത മനുഷ്യവർഗത്തിൻ്റെയും പ്രതിനിധികളായിരുന്നുവെങ്കിലും വിശ്വസിക്കുന്നവരായ യഹൂദന്മാരെ കുറിച്ചാണ് അദ്ദേഹം പ്രാഥമികമായി സംശയലേശമില്ലാതെ സംസാരിക്കുന്നത്. ഗലാത്യർ വിചാരിച്ചത് ക്രിസ്തു അവരെ പകുതി മാത്രം വാങ്ങിയെന്നും ബാക്കിയുള്ളത് അവർക്ക് പരിച്ഛേദന, മറ്റു യഹൂദ മതാചാരങ്ങൾ, ആഘോഷങ്ങൾ ഇവയോടുള്ള വിധേയത്വത്താൽ വാങ്ങേണ്ടിയിരുന്നുവെന്നുമാണ്. ഇതു ഹേതുവായി അവർ ദുരുപദേശക്കാരുടെ വഴിയിൽപ്പെട്ടു. പൗലോസ് ഇവിടെ ക്രിസ്തു നമ്മെ മുഴുവനുമായി ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയെന്ന് ശക്തമായി പറയുന്നു. മനുഷ്യരുടെ സ്ഥാനത്ത് മരിക്കുന്നതിലൂടെ മനുഷ്യരുടെ പാപങ്ങൾക്കെതിരായ ദൈവത്തിൻ്റെ ഭയാനകമായ ക്രോധം സഹിച്ചുകൊണ്ട് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. മനുഷ്യൻ്റെ പകരക്കാരൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ ശാപം അവന്മേൽ വീണു. അവനിൽ തന്നെ പാപരഹിതനായിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ പാപം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു. അവിടുത്തെ മരണം കൂടാതെ രക്ഷ സാധ്യമല്ലായിരുന്നു. ശിക്ഷ വിധിക്കപ്പെട്ട കുറ്റവാളികൾ മരത്തിന്മേൽ തൂങ്ങപ്പെടുമ്പോൾ അവർ ദൈവത്തിൻ്റെ ശാപത്തിൻ്റെ കീഴിലാണെന്നതിൻ്റെ അടയാളമായിരുന്നു അത്. ഈ രക്ഷിതാവ് തൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി ഏതുവിധം മരിക്കുമെന്ന ഒരു പ്രവചനമാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ രണ്ടിനും യോഗ്യനല്ലാത്തവനെ പോലെ അവിടുന്ന് തൂങ്ങപ്പെട്ടു. സ്നേഹപിതാവേ, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും ദൈവകൃപയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് വേലയിൽ വിശ്വാസത്താൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിയമപാലകരായിട്ടല്ല, കൃപ സ്വീകരിക്കുന്നവരായി സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.